എല്ലാ കുട്ടികളും എത്രയും വേഗം ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരാൻ അറിയിക്കുന്നു. ജഗദീശ രക്ഷിക്കാൻ ഞങ്ങളെ എന്നും മഹിതമാം ഭക്തി ദാനമിങ്ങേകി മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സമഭാവ സ്വർഗങ്ങ തണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാർദ്ര സാഗരമാക്കി കൈകോർത്ത് യോജിച്ചു മുന്നോട്ടു പോകാൻ സകലേശ ഞങ്ങൾക്കു സൽബുദ്ധിയേകൂ. ജീവിതം ഞങ്ങൾക്കു കർമ്മമാകണം, ജീവിതം ഞങ്ങൾക്കു ധർമ്മമാകണം, ജീവിതം ഞങ്ങൾക്ക് അഭിമാനമാകണം. ജീവദാതാവേ അനുഗ്രഹമേകൂ. ബഹുമാനപ്പെട്ട ഡോക്ടർ, നമുക്കേവർക്കും പ്രിയങ്കരിയായ ദീപ ദേവരാജൻ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിവിടെ പലതവണ ഒത്തുകൂടിയിട്ടുണ്ട്. കലാപരിപാടികൾ, യാത്രയയപ്പുകൾ, സെമിനാറുകൾ. പക്ഷെ ഇന്നിവിടെ കൂടുമ്പോൾ ഈ യോഗത്തിന് എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ ദീപ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനോട് നിന്റെ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുന്നുവെന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോകുമോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവളുടെ മനസ്സിൻ്റെ വലിപ്പം ഇന്ന് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു. നമ്മൾ ആ മനസ്സിന് മുമ്പിൽ നമിക്കുകയാണ്. അവൾക്ക് അച്ഛൻ ദീപ എന്ന് പേരിട്ടു. പേരിനെ അവൾ അന്വർത്ഥമാക്കി. ഒരു ദീപത്തിൻ്റെ വെളിച്ചത്തിന് സൂര്യൻ്റെ പ്രകാശമുണ്ടെന്ന് അവൾ തെളിയിച്ചു. ദേവരാജനെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ ഹൃദയത്തിലൊരു സ്ഥാനം ഉറപ്പിച്ചിട്ട് കടന്നുപോയ നല്ലൊരു മനുഷ്യൻ, നല്ലൊരച്ഛൻ. താങ്ങുണ്ടെങ്കിലേ തളർച്ചയുള്ളെന്ന് പറയാറുണ്ട്. ജീവിതത്തിൽ താങ്ങും തണലും നഷ്ടപ്പെട്ടപ്പോഴൊക്കെ പിടിച്ചു നിന്നവരായിരുന്നു ദീപയച്ഛനും. അച്ഛൻ്റെ വേർപാടിനെ തളർത്തുവാൻ കഴിയുന്ന മനസ്സല്ല ദീപയുടേതെന്ന് എനിക്കറിയാം. അതവളുടെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത കഴിവാണെന്ന് ഞാൻ കരുതുന്നു. കൂടെ കൊണ്ട് നടന്ന് ഈ ലോകമെന്തെന്ന് പറഞ്ഞുകൊടുത്ത് പറന്നുയരാനുള്ള ശക്തി പകർന്നിട്ടാണ് ചക്രവാളത്തിനപ്പുറത്തേക്ക് അവളുടെ അച്ഛൻ പറന്നുപോയത്. ഒരു കൂട്ടിൽ, ഒരു ചിറകിനടിയിൽ നമ്മളൊക്കെ സുരക്ഷിതരാണെന്ന ബോധമാണ് നമ്മെ നയിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് അത് കൈവിട്ടു പോകുമ്പോൾ ഇനി എന്തെന്ന് ചോദിച്ചു. അച്ഛാ, അച്ഛാ, എന്തെടുക്കും അവിടെ? തൂക്കണാങ്കുരുവിയുടെ കൂടാതെ മുട്ടയിട്ട് അടയിരിക്കുക കള്ളി. ഞാനീ വന്നിരിക്കുന്നത് അവക്ക് തീരെ പിടിക്കുന്നില്ല. അതവരുടെ ലോകം. നമ്മുടെ കൂടി ശരീരമാണ്. കൂടോടെ ജനിച്ച് ചെയ്യുവാനുള്ളതൊക്കെ ചെയ്ത് സമയമാകുമ്പോൾ ഈ കൂട് വിട്ട് പറന്നു പോകും, നിന്റെ അമ്മ പോയതുപോലെ. എന്നാലേ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കൂട് വിട്ടങ്ങ് പറന്നു പോയാലോ? അത് വേണ്ട. നിന്റെ അമ്മ അവിടെ ഒരു കൂടുകൂട്ടി എന്നെ നോക്കിയിരിക്കുക. ഞാൻ ആദ്യം ചെല്ലട്ടെ. നീ കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി ഒരു നിലയിലാക്കിയിട്ട് സൗകര്യം പോലെ വന്നാൽ മതി. അതിന് മക്കളെ ഞാൻ അങ്ങോട്ട് വിടാം. കൂടും കൂട്ടിയിരിക്കുന്ന ഒരുത്തി അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലും അതാണ് വിധിയെങ്കിൽ ദീപ അത് ഏറ്റുവാങ്ങിയത് മറ്റൊരാൾക്ക് ജീവിതം സമ്മാനിച്ചുകൊണ്ടായിരുന്നു. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇനി ഡോക്ടർ രവിപ്രസാദ് നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ്, പ്രിയപ്പെട്ട ദീപ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കൂട്ടുകാരെ, ഒരു ഡോക്ടർ എന്ന നിലയിൽ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഓരോ നിമിഷവും
നമ്മൾ രോഗത്തോടും മരണത്തോടും പോരാടിക്കൊണ്ടിരിക്കുന്നു. രോഗവും മരണവുമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു. ഈ തിരക്ക് പിടിച്ച ലോകത്ത് ജീവിതം കണ്ടെത്തുവാൻ മനുഷ്യൻ സ്വയം മറന്ന് പരക്കം പായുകയാണ്. വേഗത വർദ്ധിക്കുമ്പോൾ, നമ്മുടെ ശ്രദ്ധയും കരുതലും അല്പമൊന്ന് പിഴയ്ക്കുമ്പോൾ, അപകടങ്ങളിൽ പൊലിയുന്ന ജീവിതങ്ങൾ അനാഥമാക്കുന്നത് എത്രയെത്ര വ്യക്തികളെയാണ്, കുടുംബങ്ങളെയാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ടോ? വിജയങ്ങളാണോ പരാജയങ്ങളാണോ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്? ദീപ, ഇങ്ങു വരൂ. ആ ബാഗും എടുത്തോ? മോളെ, അച്ഛൻ വണ്ടിയിൽ നിന്നൊന്ന് വീണു. അയ്യോ ടീച്ചർ, എൻ്റെ അച്ഛന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് പോകാം, വാ. ദീപ, അച്ഛാ, അച്ഛാ, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. എന്തിനാ ടീച്ചർ എൻ്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നത്? എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. ഒരു പെൺകുട്ടി, ദീപ, ഒരു വലിയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതും ചങ്കൂറ്റത്തോടെ അതിനെ നേരിടുന്നതും ഞാൻ കണ്ടു. വരൂ. ഡോക്ടർ, എൻ്റെ അച്ഛൻ. ദീപ, അച്ഛൻ ആക്സിഡന്റിൽ ഹെഡ് ഇഞ്ചുറിയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയാണ്. അല്പം കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ. എൻ്റെ അച്ഛനെ രക്ഷിക്കണം ഡോക്ടർ. എനിക്ക് വേറെ ആരുമില്ല. അച്ഛനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും ഡോക്ടർ? ദീപ പഠിക്കുന്ന കുട്ടിയാണ്. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. പറയട്ടെ, ദീപയുടെ അച്ഛൻ ആരോഗ്യവാനായി തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാം. അതൊക്കെ മുകളിലുള്ളവരുടെ കയ്യിലാണ്. പ്രാർത്ഥിക്കുക. ദീപ മുൻപ് പറഞ്ഞു, എനിക്കാരുമില്ലെന്ന്. എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. ജീവിക്കണം, ജീവിച്ചേ പറ്റൂ. ഒന്നിനെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കണം. എത്ര വലിയ ലക്ഷ്യത്തിലെത്താനും കുട്ടിക്ക് കഴിയും. അച്ഛനൊരാപത്തും വരാതെ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുക. ഒരു കാര്യം ഓർക്കണം, എല്ലാ വഴികളും നമുക്ക് മുമ്പിൽ ഒരുപോലെ അടയില്ല. യെസ്, അച്ഛാ, അച്ഛാ, അച്ഛാ. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകല്ലേ അച്ഛാ. നമുക്ക് കുറേ കടമകളും കടപ്പാടുകളുമുണ്ട്. മറ്റുള്ളവരുടെ വേദന അറിയിക്കാൻ കഴിയുക, അത് നമ്മുടേതായി കാണുക. എത്ര പേർക്ക് കഴിയും? ഒരാളുടെയെങ്കിലും കണ്ണീരൊപ്പാൻ നമ്മുടെ കൈകൾക്കാവുമെങ്കിൽ
അത് ചെയ്യുക. നിനക്ക് എല്ലാത്തിനും അച്ഛനുണ്ട്, അമ്മയില്ലെന്നുള്ള കുറവ് നീ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ എൻ്റെ പപ്പയ്ക്ക് എന്തെല്ലാം സംഭവിച്ചാൽ പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ കഷ്ടത്തിലാകും. എല്ലാം നോക്കി നടത്താൻ മമ്മിക്കാവുമോ? ഓരോന്നാലോചിക്കുമ്പോൾ ഉള്ളിൽ തീയ. സെലിൻ, ഒന്നിന് മറ്റൊന്ന് പകരമാവില്ല. പപ്പയുടെ സ്ഥാനത്ത് പപ്പയും മമ്മിയുടെ സ്ഥാനത്ത് മമ്മിയും വേണം. ഒരു കാര്യം ഞാൻ പറയാം, പപ്പയ്ക്ക് ആവാതെ വരുമ്പോൾ മമ്മി അതനുസരിച്ച് കാര്യങ്ങൾ നോക്കിക്കോളും. നീ വിഷമിക്കാതെ. പിന്നെ നീ കരുതുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അല്ല, പപ്പയുടെ കണ്ടീഷൻ ഓരോ ദിവസവും മോശമായി വരുക. നീ കരയാതെ, എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. ഡോക്ടർ എന്തു പറഞ്ഞു? മോളെ, ഇതുവരെ ഒരു പുരോഗതിയും കാണുന്നില്ല. ഇനി പ്രതീക്ഷ വേണ്ട. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ ഇവിടെ നിന്നും കൊണ്ടുപോകാം. ദീപ, ഡോക്ടർ അച്ഛനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റരുത്. എന്താ ദീപേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇരിക്കൂ. എൻ്റെ അച്ഛന് തലയ്ക്ക് മാത്രമേ പരിക്കുള്ളൂന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അച്ഛൻ്റെ ഹൃദയം കൊണ്ട് മറ്റൊരാൾക്ക് ജീവിക്കാൻ കഴിയുമോ? അങ്ങനെയുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അതെടുക്കണ്ടേ? സെലിൻ, ആരൊക്കെയാ വന്നിരിക്കുന്നത്? സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാ. പപ്പ സ്വത്തുക്കൾ ഞങ്ങൾക്ക് വീതം വെക്കുക. എന്നായാലും അത് വേണ്ടതല്ലേ? പപ്പ ജോലിയൊക്കെ തീർത്തിട്ട് പോവാ. അങ്ങനൊന്നും വരില്ലടാ. ഞാൻ അങ്കിളിനെ ഒന്ന് കാണട്ടെ. അവളുടെ കാര്യത്തിന് അത് മതി. ഒരു മിനിറ്റ്. ദീപേ, വാ. ഞാൻ ദീപമോളെ ഒന്ന് കാണണമെന്നോർത്തിരിക്കുക. ഒരു കാര്യം പറയാനായിട്ട്. നന്നായി ഇപ്പം കണ്ടത്. ഇപ്പം തന്നെ എനിക്ക് സുഖമില്ലാതായില്ലേ? ഇനി ഒരുപാട് കാലമൊന്നുമില്ല. അതുപോലത്തെ അസുഖ. ഈ അസുഖത്തിൻ്റെ പേര് പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്നാ. ഹാർട്ടിൻ്റെ പ്രഷർ കുറയും. മരുന്നുണ്ട്, ഭേദമാവില്ല.
കുറച്ചു കാലം പിടിച്ചു നിൽക്കാം. പിന്നൊരു മാർഗമുള്ളത് ഇതങ്ങ് മാറ്റി വെക്കണമെന്നുള്ളതാ. പക്ഷേ ഒരാൾക്കൊരു ഹാർട്ടല്ലേ ഉള്ളൂ. അത് കിട്ടണമെങ്കിൽ ആരെങ്കിലും തീരണം. അത് വേണ്ട, ഞാനില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണം. അങ്ങനൊന്നും പറയാതങ്കിൾ. എന്തെങ്കിലും ചെയ്യാമോ ഡോക്ടർ? യെസ്, യാ ഓക്കെ. ഇവിടെ നിന്ന് ആംബുലൻസ് അയക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അച്ഛാ, ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്യും. അച്ഛന് ഇഷ്ടമായില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ രക്തം ദാനം ചെയ്യാറുണ്ട്. കിഡ്നിയും കരളും സ്വമനസ്സോടെ മറ്റൊരാൾക്ക് ദാനം ചെയ്യാം. പക്ഷേ ഹൃദയം മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ അതിനു മുൻപ് മസ്തിഷ്കമരണം ഉറപ്പാക്കണം. ശരീരത്തിൽ ജീവനുണ്ടായിരിക്കണം. അവകാശികൾ അതിന് തയ്യാറാകണം. ആ സമയത്ത് അങ്ങനെ ചിന്തിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ആ മനസ്സിനെയാണ് ഇവിടെ ആദരിക്കുന്നത്. മരിച്ചുപോയ ഒരാളുടെ അവയവം മറ്റൊരാളിൽ ജീവിക്കുന്നു എന്നു വന്നാൽ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെ നടത്തുമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് തയ്യാറാകാത്തവരുണ്ട്. ഒരു ജീവനാണോ ആചാരമാണോ വലുത്? നമ്മളൊക്കെ ഇവിടെ ജനിക്കുന്നു, കുറേ കാലം ജീവിക്കുന്നു, മരിക്കുന്നു. ഇതിനിടയിൽ ചരിത്രത്തിൽ ഇടം നേടാൻ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ, ആരെങ്കിലും എന്നും ഓർക്കുന്ന കുറേ സത്കർമ്മങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിഞ്ഞാൽ ജീവിതം സാർത്ഥകമായി എന്ന് കരുതാം. ഒരു പുനർജന്മത്തിൻ്റെ നിറവോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ജോസഫ് ലക്സ് ദാ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഒരു മനുഷ്യൻ എത്ര കാലം ഇവിടെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, അതൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്തൊക്കെ ഉണ്ടായാലും ജഗദീശ്വരൻ കനിഞ്ഞു തരുന്ന ആയുസ്, അതുണ്ടെങ്കിലേ ബാക്കിയുള്ളതെല്ലാം ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. യെസ്, വരൂ സർ, പ്ലീസ്. ബഹുമാനപ്പെട്ട ഡോക്ടർ, ഹെഡ് മിസ്ട്രസ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ ദേവരാജൻ, കുഞ്ഞുങ്ങളെ, ഞാൻ എൻ്റെ ജോലികളെല്ലാം തീർത്ത് ഒരുങ്ങിയിരിക്കുകയായിരുന്നു പോകാൻ. അപ്പോൾ ഒരു മാലാഖ വന്ന് എന്നോട് പറഞ്ഞു, സമയമായില്ലെന്ന്. അത് ദീപയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഈ ലോകം എത്ര സുന്ദരമാണെന്ന്. ഇവിടെ ജീവിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഒരുപാട് പാഠങ്ങൾ ഇതെന്നെ പഠിപ്പിച്ചു. ഇന്ന്
ഒരു ദേവരാജന്റെ ഹൃദയമാണ് ഈ ജോസഫിന്റെ നെഞ്ചിൻ കൂടിനുള്ളിൽ. നമ്മുടെ പേരിൽ ജാതിയുണ്ട്, ആചാരങ്ങളിൽ ജാതിയുണ്ട്. പക്ഷേ ഈ രക്തത്തിലും ഹൃദയത്തിലും ശരീരത്തിനും ജാതിയില്ല, മതമില്ല. സ്നേഹം ഹൃദയത്തിലാണെന്നാണ് പറയുന്നത്. ഇന്നലെ വരെ ഈ ഹൃദയം കൊണ്ട് സ്നേഹിച്ച ഒരു മകൾ ഇവിടെയുണ്ട്. കൂടുമാറിയെങ്കിലും ഇപ്പോഴും ആ മകൾ ഈ ഹൃദയത്തിലാണ്. അവളെ ഈ ഹൃദയത്തോട് ചേർത്ത് വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് മറ്റാരെക്കാളും എനിക്കാണ് അവകാശം. എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോകുക. അവൾ അനാഥയല്ല. അച്ഛനും അമ്മയും സഹോദരങ്ങളുമുള്ള അവളുടെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോവുക. അതിനാ ഞാൻ വന്നത്. വാ മോളെ, വാ മോളെ.